ഫ്രൂട്ട്സ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കസ്റ്റഡിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ എല്ലാത്തരം ഫ്രൂട്ട്സും കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് ഇത്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഫ്രൂട്ട് കസ്റ്റഡ് വിത്ത് ഐസ്ക്രീമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ആപ്പിള്, 1/2 കപ്പ് പൂവൻപഴം, അരിയില്ലാത്ത കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും 1/2 കപ്പ് വീതം, 1/2 കപ്പ് മാമ്പഴവും 1/4 കപ്പ് മാതളനാരങ്ങയും കൂടി ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെയും ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പിറ്റേ ദിവസം വേണം എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് 20 ഗ്രാം കസ്റ്റർഡ് പൗഡറും വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. 60 ഗ്രാം പഞ്ചസാരയും കൂടി എടുക്കാം. 500 ml അളവ് പാത്രമാണ്. 1/2 ലിറ്റർ പാല് കൂടി നമുക്ക് വേണം. അതുകൂടി ഒന്ന് അളന്നെടുക്കാം. ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ പാലെടുത്ത് കസ്റ്റർഡ് പൗഡർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സായി കഴിഞ്ഞു. ഇതിനി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പാല് ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കാം. ഇതിൻ്റെ മുകളിൽ പാട വരാതെ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. പാല് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടിയിട്ട് ഇളക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ ഒഴിക്കാനുള്ള സൗകര്യത്തിന് ഒരു കപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചൂടുപാലിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. പാല് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു പരുവമാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് കട്ടിയാകും. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കൂടി ഇളക്കണം. അതിനുശേഷം തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഫ്രൂട്ട്സ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞു. പഞ്ചസാരയൊക്കെ ഇതിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് നല്ലൊരു മധുരം കൂടി ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ പെട്ടെന്ന് കഴിച്ചോളും. ഇനി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഫ്രൂട്ട്സ് എല്ലാം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന ഒരു പരുവമല്ല. ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ വേണം എടുക്കാൻ. ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറായി കഴിഞ്ഞു. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലെ ഐസ്ക്രീം വെക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് വെക്കുന്നത്.
ഐസ്ക്രീം ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇടാം. പിസ്തായും കാഷ്യൂനട്ടും സ്ലൈസ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് വിത്ത് ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.